രാഹുൽ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 110 സീറ്റിന് മുകളിൽ നേടി വിജയിക്കുമെന്നാണ് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ പറയുന്നത്. അത് ഉറപ്പാണ്. കാരണം വി ഡി സതീശൻ പറയുന്നത് രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള UDFന്റെ ഒരുക്കങ്ങൾ ഏതുവരെ ആയിട്ടുണ്ട്? UDFന്റെ ഒരുക്കങ്ങളെ പറ്റി പറയുന്നതിന് മുമ്പിട്ട് UDF വലിയൊരു മാറ്റമാണ് കാണാൻ കഴിയുന്നത് കാലഘട്ടത്തിനപ്പുറത്തേക്ക്. അതായത് കഴിഞ്ഞ ദിവസമായിരുന്നു UDFന്റെ മുഴുവനായിട്ടുള്ള യോഗം. ആ യോഗത്തിലുള്ള തീരുമാനം എന്ന് പറയുന്നത് ജനുവരി ആദ്യ വാരത്തോടുകൂടി മുഴുവൻ, അതായത് സഖ്യകക്ഷികളുടെയും സീറ്റ് എണ്ണം, മറ്റ് കാര്യങ്ങൾ, ആരൊക്കെയാണ് മത്സരിക്കാനുള്ള ഏകദേശ ധാരണ മുഴുവൻ ഉണ്ടാക്കണം. 3 മാസങ്ങൾക്ക് മുമ്പിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് മാറുന്നു. അത് ഒരു വല്ലാത്ത മാറ്റമാണ്. ഇടതുപക്ഷ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചപ്പോ, UDF ജയിച്ചപ്പോ ഇടതുപക്ഷം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി അവര് തമ്മിൽ തല്ലി തോറ്റോളും എന്നുള്ളത്. പക്ഷെ അത് സംഭവിക്കുന്നില്ല. ഇതെന്ത് മറിമായും. അതെ, അത് മാത്രമല്ല, പല സ്ഥലങ്ങളിലും കോൺഗ്രസ് തിരിച്ചു പിടിക്കുന്നു. ഇപ്പൊ കോട്ടയമാണെങ്കിലും പല പഞ്ചായത്തുകളും പല മുനിസിപ്പാലിറ്റികളും കോൺഗ്രസ് തിരിച്ചു പിടിക്കുന്നു. മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ ശക്തമായ സ്ട്രാറ്റജി ബിൽഡിംഗ് നടക്കുന്നു എന്നുള്ളതാണ്. ആരും തമ്മിൽ വഴക്കുകൾ ഉണ്ടാകുന്നില്ല. ഐക്യകണ്ഠേന ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നു, തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു, കൃത്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ പോകുന്നതെങ്കിൽ 100% ഉറപ്പാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വരാൻ പോകുന്ന ട്വിസ്റ്റുകൾ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂര് നമ്മുടെ കെ മുരളീധരൻ മത്സരിക്കും എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ഔദ്യോഗികമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അവിടേക്ക് ശ്രദ്ധിക്കണമെന്നാണ് നേതൃത്വം പറഞ്ഞിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് പട്ടാമ്പിയും ഗുരുവായൂരും തമ്മിലുള്ള സീറ്റ്, മുസ്ലിം ലീഗുമായിട്ടുള്ള സീറ്റ് ഉപചരണം അതെല്ലാം സംസാരിച്ച് തീർക്കുന്ന രീതിയിലേക്ക്, അത് ആരും അറിയാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ എല്ലാം ചടപടയെന്ന് നടക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് അറിയാൻ കഴിയും. നമുക്കറിയാം, ഇപ്പോൾ തൃശ്ശൂർ മുരളീധരൻ വന്ന് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞാണ്, തോറ്റപ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, ഞാൻ ഇനി ഒരു തെരഞ്ഞെടുപ്പിലും ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് നേതൃത്വം തന്നെ വ്യക്തമാക്കിയിരുന്നത് അദ്ദേഹം അതിവൈകാരികമായിട്ട് പറഞ്ഞു പോയതാണ്, തോൽവിയുടെ ആഘാതത്തിൽ പറഞ്ഞു പോയതാണ് എന്നെല്ലാം പറഞ്ഞുവെങ്കിലും അദ്ദേഹം ഇതുമായിട്ട് കൃത്യമായിട്ട് മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷേ തൃശ്ശൂർ കോൺഗ്രസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ പണിയുമായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ജനുവരി ആദ്യ വാരത്തോടുകൂടി ഏകദേശ തീരുമാനം കോൺഗ്രസ് മുഴുവൻ ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കണം, ആരൊക്കെ ഏതൊക്കെ മണ്ഡലങ്ങൾ നോക്കി നിന്നോണം എന്ന് കോൺഗ്രസ് പറയും. അതിനനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള സ്ട്രാറ്റജി. ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കളെ ഓരോ കോർപ്പറേഷനും ഓരോ ഏരിയയും വീതിച്ചു കൊടുത്ത് അവർ കൃത്യമായിട്ട് അത് പ്ലാൻ ചെയ്ത് വിജയിച്ചതുപോലെ നിയമസഭയിലും ഇതുപോലുള്ളൊരു പ്ലാനിങ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ വക്താവ് VR അനൂപ് പറഞ്ഞിരുന്നു, ഉടനെ ഒരു 3 ആഴ്ചക്കുള്ളിൽ ഒരു ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ പിക്ചർ എല്ലാവർക്കും തരുമെന്ന്. ഇടതുപക്ഷം പക്ഷേ പുറകെ ഓടുന്നത് ആരാകും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നാണ്. നിങ്ങൾ അവിടെ തല്ലിക്കൊള്ളു. അതൊരു വടിയാ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഒരു വടിയാ. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആരെങ്കിലും കൊത്തിക്കഴിഞ്ഞാൽ, നേരത്തെ മുസ്ലിം ലീഗിനാണ് ഇട്ട് കൊടുക്കുന്നത്, അടുത്ത മുഖ്യമന്ത്രി ആകാൻ പോകുന്നത് മുസ്ലിം ലീഗിൽ നിന്നാണ്. ഇങ്ങനെ വടി ഇട്ടോണ്ടിരിക്കുക. ആരെങ്കിലും കൊത്തിക്കഴിഞ്ഞാല് അതിൽ കയറി പിടിച്ച് ചർച്ച വഴിതിരിച്ചു വിടാലോ. ഇപ്പോ UDFനെ സംബന്ധിച്ച് UDF ഒരു പടി മുമ്പിലാണ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ മാധ്യമങ്ങളെല്ലാം തുറന്നു നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയുന്നത് സി കെ ജാനുവിനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള, ഇപ്പൊ കോൺഗ്രസിന്റെ അസോസിയേറ്റീവ് മെമ്പറായിട്ട് കോൺഗ്രസ് കൊണ്ടുപോകുമ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊരു കോൺഗ്രസിന്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. വോട്ട് ശതമാനം കൂടുമെന്നൊന്നുമല്ല, ഒരു ജനങ്ങളുടെ മുമ്പിലേക്ക് നോക്കുമ്പോൾ ഒരു പ്ലസ് പോയിന്റ് ആണ്. ഇപ്പോൾ മുത്തങ്ങ സമരമാണെങ്കിലും, മുത്തങ്ങ സമരത്തിൽ കോൺഗ്രസ് നേരിട്ട വിമർശനങ്ങളാണെങ്കിലും, ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ട് സി കെ ജാനുവിനെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നു. അതിനപ്പുറത്തേക്ക് പി വി അൻവറിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് PV അൻവറുമായിട്ട് തെറ്റുന്നത്. അല്ല, അതിനു മുമ്പിട്ടേ തെറ്റിയിട്ടുണ്ടെങ്കിലും പിണറായി വിജയന്റെ ആ ഒരു സർക്കിളിൽ നിന്നും ഇറങ്ങി വന്ന്, പിണറായി വിജയനെ ചീത്ത വിളിച്ചുകൊണ്ട് ഇറങ്ങി വന്ന സമയത്ത് PV അൻവർ പറഞ്ഞത്, ഞാൻ ആരും മത്സരിച്ചാലും ഞാൻ കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം പിന്നീട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ആര്യാടൻ ഷൗക്കത്ത് ആണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല, VS ജോയി ആണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും, അങ്ങനെ പറഞ്ഞ് വീണ്ടും തർക്കമാകുന്നു. വീണ്ടും അദ്ദേഹം മത്സരിക്കുന്നു. പക്ഷെ കോൺഗ്രസ് അന്നെടുത്ത നിലപാട് ശരിയായിരുന്നു എന്ന് നമുക്ക് പിന്നീട് മനസ്സിലായി. കാരണം കോൺഗ്രസ് അതെ, അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, PV അൻവർ ഇല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും. ഇപ്പോ BJP കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാ കാലത്തും കാണാൻ കഴിയുന്നത് ഒരുപാട് സഖ്യകക്ഷികളുണ്ട്. എല്ലാവർക്കും സീറ്റ് കൊടുത്ത് കോൺഗ്രസ് ഇല്ലാതാകുന്നതാണ് കാണുന്നത്. പക്ഷെ BJP സംബന്ധിച്ച് തിരിച്ചാണ്. BJP സംബന്ധിച്ച് എല്ലാ ഇത്തരത്തിലുള്ള ആളുകളെയും എടുത്തു വെക്കും. അവസാനം BJP എന്ന് പറയുന്ന ഒറ്റ സർക്കിളിലേക്ക് മാത്രം ഇവരെല്ലാം അതിനകത്ത് ആയിപ്പോവും.
അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. BJP സംബന്ധിച്ചാണെങ്കിൽ കോൺഗ്രസ് സംബന്ധിച്ചാണ്, കോൺഗ്രസ് പല സ്ഥലങ്ങളിലും ഇല്ലാതായി പോയതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സഖ്യ സംഘടനകളാണ്. ഇപ്പോൾ 2G സ്പെക്ട്രം തൊട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടാക്കിയത് സഖ്യ സംഘടനകൾക്ക് വേണ്ടി മാത്രമാണ്. അപ്പം അഴിമതി നടത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ, അതായത് തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് വേണ്ടിയിട്ട് കുറച്ച് ആളുകളെ കൂട്ടുമ്പോൾ അവരുടെ നിലപാടുകൾക്കൊപ്പം അവരുടെ ആശയങ്ങൾക്കൊപ്പം പലപ്പോഴും നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പൊ ഇത് തന്നെയാണെങ്കിൽ നിലമ്പൂരിൽ PV അൻവർ വരുമ്പോൾ PV അൻവർ അവിടെ ചെറിയ, അതായത് നമുക്കറിയാം സ്വതന്ത്രനായിട്ട് നിന്നിട്ട് ഇത്രയും വോട്ടുകൾ PV അൻവറിന് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ PV അൻവറിന് ചില പോക്കറ്റുകളുണ്ട് അവിടെ. പിണറായി വിജയന് എതിരായിട്ട് സംസാരിക്കാൻ വേണ്ടി PV അൻവറിൻ്റെത് എന്ന് പറയുന്ന ചില പോക്കറ്റുകളുണ്ട്. അത് കോൺഗ്രസിനെ വലിയ രീതിയിൽ സഹായിക്കുമെന്നല്ല, ഒരു വിജയ സാധ്യതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ചലനമുണ്ടാകും. കാരണം കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് പിടിച്ച വോട്ടാണെങ്കിലും ആ വോട്ടിൽ നിന്നും കുറച്ചുകൂടെ വോട്ട് കൂട്ടുവാൻ, അതായത് അതിന്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം കുറച്ചുകൂടെ വോട്ടുകൾ കൂട്ടാൻ വേണ്ടിയിട്ട് PV അൻവർ എന്ന ഫാക്ടർ സഹായിക്കും. അതിനോടൊപ്പം തന്നെയായിരുന്നു വിഷ്ണുപുരം ചന്ദ്രശേഖരനെ UDF-ലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വലിയൊരു നീക്കം നടത്തി. കഴിഞ്ഞ ദിവസം VD സതീശൻ പറഞ്ഞു വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഞങ്ങളോടൊപ്പം വരും എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിന് ശേഷം പത്രപ്രസ്താവനയ്ക്ക് ശേഷം വിഷ്ണുപുരം ചന്ദ്രശേഖരൻ തന്നെ വന്ന് പറഞ്ഞു ഇല്ല, ഞാൻ എങ്ങോട്ടും ഇല്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് BJP-യുമായിട്ട് തെറ്റി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഉള്ളത്. NDA-യുടെ വൈസ് ചെയർമാനാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത്. അപ്പം വിഷ്ണുപുരം ചന്ദ്രശേഖരനെ കൊണ്ടുവന്നത് ഈ കഴക്കൂട്ടം അത്തരത്തിലുള്ള ഭാഗങ്ങൾ കുറച്ച് വോട്ടുകൾ BJP-യിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം നമുക്കറിയാം BDJS-നെ എന്തുകൊണ്ടാണ് BJP 2016-ൽ തങ്ങളിലേക്ക് കൊണ്ടുവന്നത്. ഈ ഈഴവ സമൂഹത്തിലുള്ള വോട്ടുകൾ കൂടുതലും BJP-യുടെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ BDJS CPM-ലേക്ക് പോകുന്നു എന്നൊരു വാർത്ത നമുക്ക് കേൾക്കാൻ കഴിയും. ഇത് പ്രധാനപ്പെട്ട കാരണം BJP സംബന്ധിച്ച് അങ്ങനെയാണ്. ആദ്യത്തെ തവണ ആ വോട്ട് ഷെയറുകളെല്ലാം തങ്ങളിലേക്ക് കൊണ്ടുവരാൻ, കാരണം BJP എന്ന് പറയുമ്പോൾ IA എന്ന് പറയുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. എന്താണ് BJP വർഗീയ പാർട്ടിയോ അങ്ങനെ പറയുന്നത്. അപ്പോ ഈ മതസംഘടനകളെ തങ്ങളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ മതത്തിന്റെ പേരിൽ കിട്ടുന്ന കുറച്ച് വോട്ടുകൾ അത് തങ്ങളിലേക്ക് ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ അത് നിലനിർത്താൻ BJP-ക്ക് അറിയാം, അല്ലെങ്കിൽ നിലനിർത്തും എന്നുള്ള ആത്മവിശ്വാസമാണ്. ഇപ്പൊ BDJS-നെ ആണെങ്കിൽ പോലും നീ വേണമെങ്കിൽ നീ പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആറ്റിറ്റ്യൂഡിൽ BJP നിൽക്കുന്നത്. പിന്നെ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിലും ഇപ്പോ BJP-യുടെ പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ വന്നതിന് ശേഷം BJP-യുമായിട്ട് കുറച്ച് വിഷയങ്ങൾ, ഇന്റേണൽ പൊളിറ്റിക്സിൽ കുറച്ച് വിഷയങ്ങളുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലും നമുക്കത് അറിയാൻ കഴിയുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരനുമായിട്ട് ഒരുപാട് വിഷയങ്ങൾ ഈ സഖ്യനെ കൊണ്ടുവന്നത് പോലെയാണ് BJP-ക്കുള്ളിൽ. പക്ഷെ അവര് സമ്മതിച്ചു തരില്ല എങ്കിൽ പോലും ഇപ്പോൾ പ്രാദേശികമായി പ്രവർത്തിച്ചിരുന്ന, ഇതിനുവേണ്ടി കൊടി പിടിച്ച പോസ്റ്റർ ഒട്ടിച്ച എല്ലാവരെയും മാറ്റി നിർത്തി ഒരു നെപ്പോ കിഡിനെ കൊണ്ട് അധ്യക്ഷനാക്കി എന്നുള്ള തരത്തിൽ തന്നെയാണ് ഉള്ളിലെ പടലപ്പിണക്കങ്ങൾ പോകുന്നത്. അല്ല, അദ്ദേഹത്തിനെ കളിയാക്കുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം മറ്റേ ശ്രീനിവാസന്റെ മരണശേഷം സന്ദേശം സിനിമയുടെ ഒരു പോർഷൻ അദ്ദേഹം എഴുതിയിട്ടിരുന്നു. വിദ്യാഭ്യാസമുള്ളവർക്കും വേണ്ടി മാത്രമാണ് രാഷ്ട്രീയമുള്ളത്, അല്ലാതെ സ്വന്തം വീടിനും സ്വന്തം നാടിനും ഗുണമില്ലാത്തമാരെ മത്സരിച്ചിട്ട് എന്തുണ്ടാക്കാൻ, രാഷ്ട്രപ്രവർത്തനം നടത്തിയിട്ട് എന്തുണ്ടാക്കാനാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമ്മളിവിടെ സമരം ചെയ്തും നമ്മളിവിടെ ഓരോ കാര്യത്തിനും കൃത്യമായിട്ട് പ്രതിഷേധം തീർത്തുമാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. കേരളത്തിന്റെ ചരിത്രമാണെങ്കിലും ഇന്ത്യയുടെ ചരിത്രമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അവിടെ സ്വന്തം വയറിന് പട്ടിണിയുണ്ടോ, അതായത് എന്റെ വയറിന്റെ പട്ടിണി മാറ്റിട്ട് ഞാൻ മറ്റുള്ളവരുടെ പട്ടിണി മാറ്റാൻ നിൽക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന ഒന്നും കിട്ടില്ല. കാരണം നമ്മൾ നേടിയെടുത്തുള്ള എല്ലാ അവകാശങ്ങളും, യാത്ര ചെയ്യാനുള്ളതാണെങ്കിലും നടക്കാനാണെങ്കിലും സംസാരിക്കാനാണെങ്കിലും എല്ലാം സമരം ചെയ്ത് നേടിയെടുത്താണെങ്കിൽ, ഇവൻ ദൈവത്തെ കാണാനുള്ള അവകാശം പോലും സമരം ചെയ്ത് നേടിയെടുത്തൊരു നാടാണ് കേരളം, ഇന്ത്യയും ഒക്കെ. അപ്പൊ അങ്ങനെ ഒരു നാട്ടിൽ നിന്റെ വയറ് നിറച്ചിട്ട് നീ രാഷ്ട്രപ്രവർത്തനം നടത്തിയാൽ മതി എന്ന് പറയുന്നത് തെറ്റായിട്ടൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ ലിറ്ററസി എന്ന് പറയുന്നത് ഞാൻ പട്ടിണി കിടന്നാലും എൻ്റെ കൂടെ ഉള്ളവൻ പട്ടിണി കിടക്കരുത് എന്നൊരു മനസ്സുള്ള ആളുകൾ ഉണ്ടായതുകൊണ്ടാണ് ഈ പ്രളയത്തിലാണെങ്കിലും കോവിഡിലാണെങ്കിലും 1000 മനുഷ്യർ ഒന്ന് ചേർന്ന് 1000 മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി പോയത്. ഈ സഹായിക്കാൻ പോയ മനുഷ്യരെല്ലാം ഈ 2 നില വീടും കാറും ബംഗ്ലാവും ഒക്കെ ഉള്ള ആളുകളാണോ? ഒരിക്കലുമല്ല. അങ്ങനെയുള്ള ആളുകളെ പോലും സഹായിക്കാൻ പോയ ഒന്നുമില്ലാത്ത, അന്നത്തെ ദിവസം എങ്ങനെ ആഹാരം കഴിക്കുമെന്ന് ബുദ്ധിമുട്ടിയിരിക്കുന്ന മനുഷ്യരാണ് സഹായിക്കാൻ വേണ്ടി പോയത്. ആ ഒരു നാട്ടിലാണ് പറയുന്നത് നിങ്ങൾക്ക് വിദ്യാഭ്യാസവും സാമ്പത്തികവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങാൻ പാടുള്ളൂ. രാജീവ് ചന്ദ്രശേഖറും നമ്മുടെ കേരളത്തിലുള്ള മറ്റ് രാഷ്ട്രീയ നേതാക്കളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ആ ഒരു അന്തരം നമുക്ക് എപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും. പുതിയകാല രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചിന്താ വിശേഷങ്ങളായിരിക്കും അത്. പക്ഷേ കേരളം ഇന്ന് കാണുന്ന രീതിയിലേക്ക് മനുഷ്യർ ഇത്രയും സ്നേഹത്തോടെ, അല്ലെങ്കിൽ ഇപ്പോ പ്രളയം, കോവിഡ്,
ഇത്രയും വലിയ മഹാമാരികളെല്ലാം വന്നിട്ട് മനുഷ്യൻ ഒന്നായിട്ട് നിന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എൻ്റെ വയറ് നിറഞ്ഞില്ലെങ്കിലും അപ്പുറത്തുള്ളവന് വയറ് നിറയണം എന്നുള്ള ചിന്തയുള്ള മനുഷ്യരോട് ഉണ്ടായതുകൊണ്ടാണ്. അത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാർ മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പൊ ഇത് തന്നെയാണെങ്കിലും അപ്പോ ഇവർ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തൃണമൂൽ കോൺഗ്രസിനെയും അതുപോലെ തന്നെ CK ജാനുവിനെയും കൃഷ്ണപുരം ചന്ദ്രശേഖരനെ എല്ലാം ചേർത്ത് നിർത്താൻ തീരുമാനിച്ച ആ സ്ട്രാറ്റജി ഇപ്പോൾ ഈ ത്രിതല തിരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇതുണ്ടായത്. അത് കൃത്യമായൊരു പ്ലാനിങ്ങിന്റെ ബാക്കി പത്രം എന്നല്ലേ മനസ്സിലാക്കിയത്? തീർച്ചയായിട്ടും. ഇപ്പോ അതിനുശേഷം VD സതീശൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഇനി ഞങ്ങൾ മറ്റാരെയും പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നില്ല. അതായത് നമ്മൾ ആദ്യം തൊട്ടേ മനസ്സിലാക്കി വെച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ VD സതീശന്റെ പഴയ ഇന്റർവ്യൂ ഉണ്ട്. VD സതീശന്റെ പഴയ ഇന്റർവ്യൂ പറയുന്നത് നിങ്ങൾ ആരും ചിന്തിക്കാത്ത ചില ആളുകൾ പാർട്ടിയിലേക്ക് വരും. നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിച്ച് വെച്ചിരുന്നത് ആരെയാണ്? മാണി ഗ്രൂപ്പിനെ ആയിരുന്നു. ജോസ് കെ മാണിയും സംഘവും UDF-ലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയൊരു മാറ്റം ഉണ്ടാകും എന്നുള്ള എല്ലാവരുടെയും ചിന്ത. അപ്പൊ UDF-ലേക്ക് CPM-ലേക്ക് ഇവരെ വിടരുത് എന്നുള്ള ചിന്തയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരുപാട് സംസാരങ്ങൾ നടത്തി. ഇപ്പോ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ്, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് ഞങ്ങൾക്ക് ഇത്ര പ്രാതിനിധ്യം തരണമെന്ന് മാണി ഗ്രൂപ്പ് പറഞ്ഞെങ്കിലും CPM-നെ സംബന്ധിച്ച് CPM-ന് കൊടുക്കാൻ കഴിയുന്നതിന് അപ്പുറമുള്ള സീറ്റ് വിഭജനത്തിൽ പരിഗണിച്ചു എന്നതുകൊണ്ടാണ് ജോസ് കെ മാണി പാർട്ടി വിട്ടു പോയിട്ടില്ല. അപ്പോ പക്ഷേ ജോസ് കെ മാണിക്ക് അടിപറ്റി എന്നതൊരു യാഥാർത്ഥ്യമാണ്. കോട്ടയം ജില്ലയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വോട്ട് ശതമാനത്തിൽ ഒരുപാട് ചോർച്ച വന്നിട്ടുണ്ട്. കോൺഗ്രസ് അവിടെ വലിയൊരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടിയിട്ട് വലിയൊരു മത്സരത്തിലാണ്. കേരളത്തിന്റെ അങ്ങേ തലം തൊട്ട് ഇങ്ങേ തലം വരെ ഒരാഴ്ചക്കുള്ളിൽ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് പാർട്ടിയിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ യാഥാർത്ഥ്യമാക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, തെരഞ്ഞെടുപ്പിന്റെ പത്രിക കൊടുക്കേണ്ട തലേ ദിവസം വരെ അടിയാ, അതിന്റെ രാവിലെയും അടിയാ, ഞാൻ കൊടുക്കും, വേണ്ട നീ കൊടുത്താൽ മതി, ആരെങ്കിലും ഒക്കെ കൊടുക്കണേ എന്നായിരുന്നു ജനങ്ങൾ പറയുന്നത്. അപ്പൊ അതിലെല്ലാം മാറി ഒരു 3 മാസം മുമ്പിട്ട് സ്ഥാനാർത്ഥികൾ വരുന്നു. സ്ഥാനാർത്ഥികൾക്ക് അത്രയും സമയം കിട്ടും ഓരോ വാർഡിലും പോകാനും ഓരോ മണ്ഡലത്തെ സജീവമായിട്ട് നോക്കാൻ അത്രയും സമയം കിട്ടും. അത് എല്ലാവരും ഉപയോഗപ്പെടുത്തുക.